മകളെ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നിങ്ങൾ തകർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കാര്യം നിങ്ങള് ഇന്ന് എന്നോടൊപ്പം എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഭഗവാനെ നാളെ രാവിലെ ഒന്ന് പറയണേ, സാറിനെ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ സംഭവിച്ചത്. ഒന്നല്ല, ഇന്നത്തെ ദിവസം സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ 5 മണിക്ക് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്, പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറയാം, 5am ക്ലബിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാലും, ഒരു കുട്ടി രാവിലെ എണീറ്റ് അയാൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാം, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് നമുക്ക് രാവിലെ എണീക്കാൻ പറ്റും, നേരത്തെ എണീക്കാൻ പറ്റും, ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു പ്രിപ്പറേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ദിവസം മൊത്തം എന്തായിരിക്കും? പ്രൊഡക്റ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ തോന്നുമ്പോൾ എനിക്കിനി കുറച്ചും കൂടെ പഠിക്കണം, എനിക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള എല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്തു തരുന്നത്. മക്കളെ മറക്കണ്ട, നമ്മുടെ ടെലഗ്രാം ചാനലിൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം 15 ദിവസം പഠിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിന്റെ നോട്ട്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും പ്രാക്ടീസിനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി ലെവലിന്റെ 2021 മുതൽ 2024 വരെ നടന്ന 39 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും അലഞ്ഞ് നടക്കണ്ട, ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് 80ലധികം ടോപ്പിക്കുകളുടെ നോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആപ്പിനകത്ത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടോപ്പിക് എന്ന് വെച്ചാൽ പക്കയായിട്ടുള്ള പ്രിന്റ് റെഡി ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം, അല്ലാതെ ഫോണിൽ നോക്കി പഠിക്കാം. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് എല്ലാം നമ്മൾ ചെയ്തു തരികയാണ്. മാത്രമല്ല, നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് നമ്മൾ ടെലഗ്രാമിൽ ഫ്രീ SCRT ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ നോട്ട്സ് കൊടുക്കുകയാണ്, അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിനായിട്ട്, അതിന്റെ റിവിഷൻ നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, ജോലി മേടിക്കുക. എന്നിട്ട് നമ്മളൊന്ന് അറിയിക്കുക, സാർ ഇന്ന സംഭവം നമുക്ക് ജോലി കിട്ടി, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ഇങ്ങനെ കയറുകയാണ്, അതറിയിക്കുക. സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെഷനിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരൊറ്റ കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സങ്കല്പിച്ചു. അതായത് എല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഉഴപ്പ് വന്നു, ബ്രേക്ക് വന്നു, അവിടെ നിൽക്കുന്നു. നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളൊരു 1/2 മണിക്കൂർ നിങ്ങളൊന്ന് ഫ്രീ ആവുക, അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങോട്ടൊന്ന് പോവുക. ചാടിച്ചാവാനല്ല, മറിച്ച് എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് കുറേ നേരം നിങ്ങളൊന്നിരിക്കാം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒറ്റയ്ക്കൊന്നിരിക്കുക. എന്നിട്ട് മനസ്സിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടിട്ട് അടുത്തുള്ള നല്ല സ്ഥലം ഏതാണ് അവിടെ ഒന്ന് പോവുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ മനസ്സിനത് ഭയങ്കരമായിട്ട് എന്ത് വരും, പോസിറ്റീവായിട്ടുള്ള തോട്ട്സും ബാക്കിയെല്ലാം വരും. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഡിപ്രസ്ഡ് ആവുകയാണെങ്കിൽ, ഒന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമെന്നറിയോ, ഞാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുക്കും. ഒരു ദിവസം ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, അടുത്തുള്ള സ്ഥലത്തൊന്ന് പോകും. എന്നിട്ട് ജസ്റ്റ് ഫ്രീ ആയിട്ട് മനസ്സിൽ വന്ന് വിടും. അപ്പോൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, റീചാർജ് ചെയ്യും. നമ്മൾ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തകർക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ എന്ത് കൊടുക്കുക, ഒരു ബ്രേക്ക് കൊടുക്കാം. മനസ്സ് ഒന്നും ചിന്തിക്കാതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും തീയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, നിങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഒരു ചെറിയ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ചെറുതല്ല, ഒരു അടിപൊളി ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ നോക്കിയിടാം. ലഡാക്ക് ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. ലഡാക്ക് ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. സിക്കിം ആണെങ്കിലോ ചൈന, ഭൂട്ടാൻ, നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു. ദെൻ വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ബംഗ്ലാദേശുമായും നേപ്പാളുമായും ഭൂട്ടാനുമായും അതിർത്തി പങ്കുവയ്ക്കുന്നു. ദെൻ ജമ്മു കാശ്മീർ ആണെങ്കിൽ പാകിസ്ഥാനുമായും അഫ്ഗാനിസ്ഥാനുമായും അതിർത്തി പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നേക്കാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അതിർത്തികളും അതിരുകളും ചോദിക്കാത്ത ഒരൊറ്റ പരീക്ഷ പോലും കാണത്തില്ല. അല്ല, ചില പരീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും ഒരു മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ടോപ്പിക്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളാം. ഇന്ത്യയുടെ ബൗണ്ടറീസ്, അതിരുകൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ നോക്കി. മാപ്പ് 2 ചാട്ടം ചാടി അങ്ങ് പോയായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കിയാടാ. ഫസ്റ്റ് ഈ കാണുന്നത് ഇന്ത്യയാണെന്ന് സങ്കല്പിച്ചോ. മക്കളെ, ക്ഷമയുള്ളവർ എന്ത് ചെയ്യുക, കേട്ടോണ്ടിരിക്കുക. ക്ഷമയില്ലാത്തവരാണെങ്കിലും എന്ത് ചെയ്യുക, കേട്ടോണ്ടിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണല്ല. സോ ഫസ്റ്റ് വൺ നോക്കി.
അതായത് ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളുണ്ട്? ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളുണ്ട് അല്ലെ. ഇന്ത്യക്ക് ആകെ 9 അയൽ രാജ്യങ്ങൾ. ഇന്ത്യയുടെ 9 അയൽ രാജ്യങ്ങളാണ്. ഒന്ന് പാകിസ്ഥാൻ, ഫസ്റ്റ് വൺ ഒന്നാമത്തെ ആരാണ്? ഇന്ത്യയുടെ 9 അയൽ രാജ്യങ്ങളാണ്. ഇവിടെ ഈ കാണുന്ന ആരാണ്? ഫസ്റ്റ് വൺ ഒന്നാമത് ഈ കിടക്കുന്ന പാകിസ്ഥാൻ. അത് കഴിഞ്ഞ രണ്ടാമത് ഇവിടെ ആരാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. മൂന്നാമത് വന്നിട്ട് ചൈന. നാലാമത് നേപ്പാൾ ആണ്. അഞ്ചാമത് ഭൂട്ടാൻ. അഞ്ചാമത് ആരാ? ഭൂട്ടാൻ. ആറാമത് ബംഗ്ലാദേശ് ആണ്. ഏഴാമത് മ്യാൻമാർ. ഏഴാമത് വന്നിട്ട് ആരാ? മ്യാൻമാർ ആണ്. എട്ടാമത് വന്നിട്ട് ശ്രീലങ്ക. ഒൻപതാമത് വന്നിട്ട് ആരാണ്? മാൽദീവ്സ് ആണ്. അങ്ങനെ ഇന്ത്യക്കാകെ 9 അയൽ രാജ്യങ്ങളാണ് ആകെ ഉള്ളത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട്? ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന 7 രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന 7 രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. നോക്കിയാടാ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പിന്നെ മ്യാൻമാർ. ഇതിനകത്ത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കാത്ത അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്ക, പിന്നെ മാൽദീവ്സ്. ക്ലിയർ ആണ്. ഇനി ഇന്ത്യയുടെ കര അതിർത്തി വന്നിട്ട് 15,200 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കര അതിർത്തി 15,200 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കര അതിർത്തി. ഓക്കെ, അപ്പോൾ തെറ്റുന്ന ഒരു 6 ക്വസ്റ്റ്യൻസ് ഇതാ പിടിച്ചോടാം. തെറ്റുന്ന ആ ഒരു 6 ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടേടാ, ഒരു എന്താ പറയാ, നിങ്ങൾ പഠിക്കുമ്പോഴേടാ, നിങ്ങൾ പഠിക്കുന്നതിൽ ഭയങ്കരമായിട്ട് സന്തോഷം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അതായത് നിങ്ങൾ പഠിക്കുന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. ഒരു ആൻസർ സോൾവ് ചെയ്യുന്നതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ സന്തോഷം കണ്ടോ, ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ സന്തോഷം കണ്ടോ, എനിക്കിതിൽ എന്താ പറയാ, ഭയങ്കര ഒരു എന്താ പറയാ ലഹരിയാണ്. ആ ലഹരിയല്ല, മറ്റേ സാധനം. ഓക്കെ, അതേപോലെ നിങ്ങൾ പഠിക്കുന്നതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റും. തിരിച്ചു വരാം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന 7 അയൽ രാജ്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. തെറ്റുന്ന 6 ക്വസ്റ്റ്യൻസ് കേട്ടിരുന്നോടാ. ഒന്ന്, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ആരാണ്? അത് മാൽദീവ്സ് ആണ്. ഓക്കെ, മാൽദീവ്സ്. ഇനി ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും വലിയ രാജ്യം, അതും ചൈനയാണ്. ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചൈന. ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ആരാന്നറിയോ? ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഓക്കെ, ഭൂട്ടാൻ. ഇന്ത്യ കര അതിർത്തി പങ്കുവയ്ക്കുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഇനി ഇന്ത്യയുമായി ഏറ്റവും അധികം ദൂരം കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. ഇന്ത്യയുമായി ഏറ്റവും അധികം ദൂരം കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് ദൂരം കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം, ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് ദൂരം കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ആരാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. വെറും 106 കിലോമീറ്റർ ആണ് അഫ്ഗാനിസ്ഥാൻ എന്ത് ചെയ്യുന്നത്? ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുമായി ഏറ്റവും അധികം ദൂരം കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. കുറവാരാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. സെറ്റാണ്. നെക്സ്റ്റ്, അടുത്ത് പിടിച്ചോ. ഇവിടെ നോക്കേ, ഇന്ത്യയുമായി ഏറ്റവും അധികം ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ്. രണ്ടാമത് പാകിസ്ഥാനാണോ? അല്ല, രണ്ടാമത് ചൈനയാണ് കേട്ടോ. നമ്മുടെ മനസ്സിനകത്ത് പാകിസ്ഥാനേ വരത്തുള്ളൂ. അപ്പൊ രണ്ടാമത് ചൈനയാണ്. മൂന്നാമത് പാകിസ്ഥാനാണ്. ഇന്ത്യയുമായി ഏറ്റവും അധികം ദൂരം കരാതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം ബംഗ്ലാദേശ് ആണ്. രണ്ടാമത് ചൈന, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് നേപ്പാൾ. അഞ്ചാമത് വന്നിട്ട് ആരാണ്? മ്യാൻമാർ ആണ്. അഞ്ചാമത് മ്യാൻമാർ. ആറാമത് ഭൂട്ടാനാണ്. ഏറ്റവും കുറവ് ആരാണ്? അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും കുറവ് വരുന്നത്. തെറ്റരുത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേടാം. ഇവിടെ നിങ്ങൾ നോക്കി, പാകിസ്ഥാനുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു? നോക്കി, പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്, ഒരു മിനിറ്റ് നമുക്ക് മാറ്റി കളയാം. സോ പാകിസ്ഥാനുമായിട്ട് ഇവിടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ആരൊക്കെയാണ്? പാകിസ്ഥാനുമായിട്ട് നോക്കിയേ, ഗുജറാത്ത് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഗുജറാത്ത് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. രാജസ്ഥാൻ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ. 3, പഞ്ചാബ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. സോ പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 3 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. പിന്നെ പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഒന്ന് ലഡാക്കും രണ്ടാമത്തേത് ജമ്മു ആൻഡ് കാശ്മീറും. അങ്ങനെ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഒന്ന് ലഡാക്ക്, രണ്ടാമത്തേത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഇവിടെ ഓർത്തിരിക്കുക, പാകിസ്ഥാനുമായിട്ട് ഏറ്റവും അധികം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന, ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ആണ്. എന്നാൽ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ ഗുജറാത്താണ്. കൂടുതൽ രാജസ്ഥാനും കുറവാരാണ്? ഗുജറാത്തുമാണ്. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ, അടുത്ത
അഫ്ഗാനുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി, അഫ്ഗാനുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി ആരാ? അത് ലഡാക്കാണ് അല്ലെ. ഇവിടെ ഇങ്ങനെ വന്ന് ആശാൻ വന്ന് ചേരുകയാണ്. സോ അഫ്ഗാനുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്കാണ്. ഇനി ചൈനയുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു നോക്കേ. ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഒന്ന് ഈ കാണുന്ന ഹിമാചൽ പ്രദേശ് ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. കണ്ടോ, ഹിമാചൽ പ്രദേശ് ഉണ്ട്. 2 ഉത്തരാഖണ്ഡ് ഉണ്ട്. ഒന്ന് ഹിമാചൽ പ്രദേശാണ്, 2 ഉത്തരാഖണ്ഡാണ്, 2 ഉത്തരാഖണ്ഡ്. മൂന്നാമത് വന്നിട്ട് സിക്കിമാണ്. സോ ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഒന്ന് ഹിമാചൽ പ്രദേശ്, 2 ഉത്തരാഖണ്ഡ്, 3 സിക്കിമാണ്. മൂന്നാമത് വന്നിട്ട് സിക്കിമാണ്. 4ാമത് ആരാണ്? അരുണാചൽ പ്രദേശാണ്. അങ്ങനെ ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പിന്നെ അരുണാചൽ പ്രദേശ്. അടുത്ത ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടോ? ഇല്ല. ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരേ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്കാണ്. ഓക്കെ അല്ലേ? സോ ചൈനയുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു? ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, പിന്നെ ആരാണ്? ലഡാക്കാണ്. ഇനി ഓർത്തിരിക്കുക, ചൈനയുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം, ചൈനയുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ദെൻ ചൈനയുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം, അത് നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആദ്യം ചാടി ഓടി വരും ആരാണ്? സിക്കിമാണ്. നമ്മൾ വിചാരിക്കും പാവം കൊച്ചു പയ്യനാണ്, ഇല്ലോളുള്ള സംസ്ഥാനമാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ, ട്രാൻഡ്രസിലാകാൻ കേട്ടോ, ഇല്ലോളം മിറ്റപ്പൂരം, ഓക്കെ, അതൊക്കെ ഓക്കെ. അപ്പൊ ചൈനയുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്, ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് അത് ഹിമാചൽ പ്രദേശാണ് കേട്ടോ. സിക്കിം അല്ല, മറിച്ചാര ഹിമാചൽ പ്രദേശാണ്. കാരണം സിക്കിം ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്ന ഒരാളാണ് അല്ലെ, അതിനെ വലിച്ച് നൂത്താൽ എന്ത് കാണും? കുറച്ച് ആൾക്കാർ കൂടുതൽ കാണാം. അപ്പോൾ ചൈനയുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശം, കുറവ് ഹിമാചൽ പ്രദേശമാണ്. ക്വസ്റ്റ്യൻ തരട്ടെ, ദാ പിടിച്ചു. നല്ല ക്വസ്റ്റ്യനാണ്, തെറ്റേ. അതായത് ഹിമാലയത്തിന്റെ സാന്നിധ്യം ഏറ്റവും അധികമുള്ള ഇന്ത്യൻ സംസ്ഥാനം, ഹിമാലയത്തിന്റെ സാന്നിധ്യം ഏറ്റവും അധികമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഹിമാലയത്തിന്റെ സാന്നിധ്യം ഏറ്റവും അധികമുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കിയാൽ നേപ്പാളുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു? നേപ്പാളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ഒന്ന് ഉത്തരാഖണ്ഡാണ്, ഒന്ന് ഉത്തരാഖണ്ഡ്, 2 ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, 3 ബീഹാറാണ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, 4 വെസ്റ്റ് ബംഗാൾ, 4 വെസ്റ്റ് ബംഗാൾ, 5 സിക്കിം. അങ്ങനെ നേപ്പാളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, പിന്നെ സിക്കിം. ഇതിലെ നേപ്പാളുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നേപ്പാളുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് ഉത്തർപ്രദേശും, കുറവാരാണ്? അവൻ സിക്കിമാണ്. കുറവ് വന്നിട്ട് സിക്കിമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത് നോക്കി, ഭൂട്ടാനുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു? ഭൂട്ടാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിം, വെസ്റ്റ് ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. സിക്കിം, വെസ്റ്റ് ബംഗാൾ, ആസാം, പിന്നെ അരുണാചൽ പ്രദേശ്. അങ്ങനെ ഭൂട്ടാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് സിക്കിം, വെസ്റ്റ് ബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്. ഇതിൽ ഭൂട്ടാനുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഭൂട്ടാനുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാം. ഭൂട്ടാനുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആരാന്നറിയാം? ഭൂട്ടാനുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അവൻ സിക്കിമാണ്. അപ്പൊ ഭൂട്ടാനുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആസാമും, ഭൂട്ടാനുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമുമാണ്. ഓക്കെ അല്ലേ? സെറ്റാണ്. നെക്സ്റ്റ് വൺ, അടുത്ത മ്യാൻമാർ. മ്യാൻമാറുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു? മ്യാൻമാറുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഒന്ന് അരുണാചൽ പ്രദേശാണ്, 2 നാഗാലാൻഡ്. ഒന്ന് അരുണാചൽ പ്രദേശ്, 2 നാഗാലാൻഡ്, 3 മണിപ്പൂർ, 4 മിസോറാം. അങ്ങനെ മ്യാൻമാറുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ ആൻഡ് മിസോറാം. ഇതില് മ്യാൻമാറുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അപ്പൊ മ്യാൻമാറുമായി ഏറ്റവും അധികം ദൂരം അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്, മ്യാൻമാറുമായി ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡുമാണ്. മ്യാൻമാറുമായി ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആരാ? അത് അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡുമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശുമായിട്ട് ആരൊക്കെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു? ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്, ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്ന് വെസ്റ്റ് ബംഗാൾ, 2 ആസാമാണ്. ഒന്ന് വെസ്റ്റ് ബംഗാൾ, 2 ആസാം, 3 മേഘാലയ. ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ,
ത്രിപുര, പിന്നെ മിസോറാം. ത്രിപുര, പിന്നെ മിസോറാം. അങ്ങനെ ബംഗ്ലാദേശുമായിട്ട് 5 സംസ്ഥാനങ്ങൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. വെസ്റ്റ് ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഇതിലെ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആരാന്നറിയോ? ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ ആണ്. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും അധികം ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ആസാമുമാണ്. ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കുറച്ച് ദൂരം ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ആരാണത്? ആസാമാണ്. ഓക്കെ, ആസാം. കൂടുതൽ വെസ്റ്റ് ബംഗാൾ, കുറവാരാണ്? ആസാമാണ്. ഓക്കെ മക്കളെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇറട്ടാം. നല്ല പടക്ക് മുത്ത് പോലെയുള്ള എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇറട്ടെ. ദാ പിടിച്ചോ. ഒന്ന്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും അധികം ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും അധികം ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ആരാന്നറിയാം? അത് വെസ്റ്റ് ബംഗാളാണ്. ഏറ്റവും അധികം ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാള്. എന്നാൽ ഏറ്റവും കുറച്ച് ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഏറ്റവും കുറച്ച് ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് നാഗാലാൻഡുമാണ്. അപ്പൊ ഏറ്റവും അധികം ദൂരം ഇന്റർനാഷണൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ, ഏറ്റവും കുറച്ച് ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. എന്നാൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അതാരാണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആരാണ്? അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും. അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ആരാ? അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിമാണ്. വ്യത്യാസം മനസ്സിലായോ? ഏറ്റവും അധികം ദൂരം അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ, കുറവ് നാഗാലാൻഡ്. എന്നാൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും, ചെറുതാരാണ്? അത് സിക്കിമുമാണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരാം. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കുക. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ നോക്കുക. ദാ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോടാ. ഒന്ന്, എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നു. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ദാ പിടിച്ചോ. നല്ല മുട്ടായി പോലെയുള്ള, മുത്ത് പോലെയുള്ള ക്വസ്റ്റ്യൻ. എന്റെ പൊന്നെ. ഓക്കെ, അപ്പോ എല്ലാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നു. ശരിയാണോ തെറ്റാണോ? നോക്കി, എത്ര വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങൾ ആരൊക്കെയാണ്? 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങളാണ്. നമുക്ക് നോക്കാം. അന്തേരാക്കായം രഹാഹായ് വീണ്ടും വന്നു. സോ 7 സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സപ്ത സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങളാണ്. ഇവിടെ ഞാനൊന്ന് സൂം ചെയ്തു തരാം. ഒന്ന് അരുണാചൽ പ്രദേശ് ആണ്. 2 നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് നാഗാലാൻഡ്. 3 മണിപ്പൂർ ആണ്, അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ. 4 മിസോറാം ആണ്, 4 മിസോറാം. 5 ത്രിപുര, 5 ത്രിപുര. 6 മേഘാലയ, 6 മേഘാലയ. 7 ആസാം, 7 ആസാം. ഓക്കെ. സോ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ആസാം. ഈ 7 സംസ്ഥാനങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ത സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ഈ 7 സംസ്ഥാനങ്ങൾ പ്ലസ് സിക്കിം, അങ്ങനെ ടോട്ടൽ 8 സംസ്ഥാനങ്ങൾ. ഈ 8 സംസ്ഥാനങ്ങളെ ചേർത്താണ് നമ്മൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സപ്ത സഹോദരങ്ങൾ പ്ലസ് സിക്കിമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. 7 സപ്ത സഹോദരങ്ങൾ, എത്ര വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ? 8 വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഏറ്റവും വലിയ വടക്ക് കിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓക്കെ, ഏറ്റവും വലിയ വടക്കിഴക്കൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഏറ്റവും ചെറിയ വടക്കിഴക്കൻ സംസ്ഥാനം സിക്കിമാണ്. ഓക്കെ, സിക്കിം. ഇനി സപ്ത സഹോദരങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഒരു ഡൗട്ടും ഇല്ല. സപ്ത സഹോദരങ്ങളിൽ ഏറ്റവും വലിയ സംസ്ഥാനം അരുണാചൽ പ്രദേശം. സപ്ത സഹോദരങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ആരാണ്? അത് ത്രിപുരയാണ്. കാര്യം സപ്ത സഹോദരങ്ങളിൽ ആരില്ല, സിക്കിമില്ല. സോ സപ്ത സഹോദരങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ത്രിപുര. ദെൻ സപ്ത സഹോദരങ്ങളിൽ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം ആസാമാണ്. സപ്ത സഹോദരങ്ങളിൽ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനം ആസാമും. എന്നാൽ സപ്ത സഹോദരങ്ങളിൽ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം അത് മിസോറാമുമാണ്. ഓക്കെ, മിസോറാം. ക്ലിയർ ആണ്, പോകത്തില്ല, തെറ്റരുതേ. അതായത് ഏറ്റവും ചെറിയ വടക്കിഴക്കൻ സംസ്ഥാനം സിക്കിം, സപ്ത സഹോദരങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ത്രിപുര. ദെൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറവ് സിക്കിമാണ്. ജനസംഖ്യ കുറവ് സിക്കിമാണ്. സപ്ത സഹോദരങ്ങളിൽ ജനസംഖ്യ കുറവാരാണ്? മിസോറാമാണ്.
സെറ്റാണ്. ഓക്കെ, ഇനി നോക്കിയിടാം. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾ സിക്കിമിന്റെ കേസ് നോക്കി. സിക്കിം ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്? ഉണ്ട്. സിക്കിം ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്? ഉണ്ട്. അരുണാചൽ പ്രദേശ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. 3 രാജ്യങ്ങളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം മ്യാൻമാറുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ മിസോറാം ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ത്രിപുര അതിന്റെ 3 ഭാഗവും ആർക്കകത്താണ്? ബംഗ്ലാദേശിനകത്താണ്. മേഘാലയ ബംഗ്ലാദേശുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ആസാം ഭൂട്ടാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നു. എല്ലാ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ തരാം. ശരിയാണോ തെറ്റാണോ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പിടിച്ചോടാ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഭൂരിഭാഗം ഇന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഭൂരിഭാഗം ഇന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. നോക്കിയടാ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന 16 ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിലാകെ 28 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ 16 മെജോറിറ്റി ഭൂരിഭാഗം ഇന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. സോ മറ്റു രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കുവെക്കുന്ന 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആരൊക്കെയാണ്? 1 ഗുജറാത്താണ്, 2 രാജസ്ഥാൻ, 3 പഞ്ചാബ്, ഇത് പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. 4 ഹിമാചൽ പ്രദേശ്, ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. 5 ഉത്തരാഖണ്ഡ് ചൈനയുമായിട്ടും നേപ്പാളുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. 6 ഉത്തർപ്രദേശാണ്. 6 ഉത്തർപ്രദേശ് നേപ്പാളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. 7 ബീഹാറാണ്, നേപ്പാളുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. 8 വെസ്റ്റ് ബംഗാൾ ആണ്. 3 രാജ്യങ്ങളുമായിട്ട് വെസ്റ്റ് ബംഗാൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ്, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. അപ്പൊ ഇവിടെ എത്രണ്ണമായി? 8 ഇവിടെ എത്രണ്ണമുണ്ട്? 8 ഉണ്ട്. 8 + 8 എത്രയാണ്? 16 അങ്ങനെ മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന 16 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഭൂരിഭാഗം ഇന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്നു. മറ്റു രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കുവെക്കുന്ന 16 ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ ആണ്. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് തരാടാ. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാ, പിടിച്ചോടാ. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തരാം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ ഞാൻ ഇപ്പൊ ആൻസർ പറയത്തില്ല. നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ കമന്റ് ബോക്സിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ആൻസർ ഇടാം. ക്വസ്റ്റ്യൻ ഇതാണ്ട. ഒരു രാജ്യവുമായി മാത്രം അതിർത്തി പങ്കുവെക്കുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഒരു രാജ്യവുമായി മാത്രം അതിർത്തി പങ്കുവെക്കുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്? ഒരു രാജ്യവുമായിട്ട് മാത്രം അതിർത്തി പങ്കുവെക്കുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്? ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? ഒരു രാജ്യവുമായി മാത്രം അതിർത്തി പങ്കുവെക്കുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ആകെ ഉള്ളത്? ഇത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം? പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. ലഡാക്ക്, ചൈന, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്നുണ്ടോ? ഉണ്ട്. ആ മാപ്പ് നോക്കിയേ. ലഡാക്ക് ഇവിടെ പാകിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. ഇവിടെ അഫ്ഗാനുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. ഇവിടെ ചൈനയുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ശരിയാണ് അല്ലെ? ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത് സിക്കിം ചൈനയുമായും ഭൂട്ടാനുമായും നേപ്പാളുമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. നോക്കാം. സിക്കിമാണ് നമ്മൾ നോക്കുന്നത്. സിക്കിം ഇവിടെ ചൈന, ഇവിടെ നേപ്പാൾ, ഇവിടെ ഭൂട്ടാൻ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതും എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശുമായും നേപ്പാളുമായും ഭൂട്ടാനുമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. നോക്കിയേ, വെസ്റ്റ് ബംഗാളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബംഗ്ലാദേശുമായും നേപ്പാളുമായും ഭൂട്ടാനുമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കറക്റ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശുമായും നേപ്പാളുമായും ഭൂട്ടാനുമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. 4 ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായും അഫ്ഗാനിസ്ഥാനുമായും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. നോക്കാം. നമുക്ക് ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ജമ്മു കാശ്മീർ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ജമ്മു കാശ്മീർ വരുന്നില്ല. ഇതായെത്തി.
ജമ്മു കാശ്മീർ ഇവിടെ പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു കാശ്മീർ. ആരുമായിട്ട് മാത്രമേ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുള്ളൂ? ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബൗണ്ടറി ഷെയർ ചെയ്യുന്നുള്ളൂ. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് എന്താണ്? തെറ്റാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ജമ്മു കാശ്മീർ പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്നു, അത് തെറ്റാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ഇന്ന് ഈ ഒരു അതിർത്തികൾ, അതായത് സംസ്ഥാനങ്ങൾ, അടുത്തുള്ള രാജ്യങ്ങളുടെ ബൗണ്ടറിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ റാഡ്ക്ലിഫ് ലൈനും മക്മോഹൻ ലൈനും ഒന്നുമല്ല ബൗണ്ടറീസ്. നമ്മൾ പുതിയ ക്വസ്റ്റ്യൻസായി, പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെപ്തിൽ നമുക്ക് പഠിച്ചു പോകണം. നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, എൽ ഡിയുടെ അവസ്ഥ എന്താണ്? എൽ ഡി കട്ട് ഓഫ് എന്ത് ചെയ്യുന്നു? കൊണ്ട് ഭയങ്കരമായിട്ട് കൊണ്ടും കയറി അല്ലെ? തിരുവനന്തപുരമൊക്കെ ഒരു 70+ കട്ട് ഓഫ് വരുമെന്ന് ഒരാളും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മനസ്സിനകത്ത്, ഇവൻ ഓണസ്റ്റ് ആയിട്ട് പറയാം, എൻ്റെ മനസ്സിനകത്ത് 67 ആ റേഞ്ച്, 65 67 ആ റേഞ്ചായിരുന്നു കട്ട് ഓഫ് വന്നത്. പക്ഷേ കട്ട് ഓഫ് കൊണ്ടുകൂടി. LP UPയുടെ കട്ട് ഓഫ് നിങ്ങൾ കൊണ്ടുകൂടി. അത് കഴിഞ്ഞ് SIയുടെ മെയിൻ ലിസ്റ്റ്, അതായത് പ്രിലിംസ് മെയിൻസ് കഴിഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പം വന്നു. ആൾക്കാർ വളരെ കുറവാണ്. അതായത് ഇനി അങ്ങോട്ട് എന്താണ്? ഇനി അങ്ങോട്ട് ചെറിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ആ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നാൽ എന്തായിരിക്കും? ജോലി ഉറപ്പായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യ റാങ്കിൽ വരാൻ ശ്രമിക്കുക. നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊന്ന് മാറ്റുക. എത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ പറ്റുമോ അതെന്ത് ചെയ്യുക? നമ്മൾ കൊടുക്കുക. അല്ലാതെ നെഗറ്റീവ് അടിച്ചിരുന്നാൽ, നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. സോ നമ്മളെ കൊണ്ട് പറ്റും, നമ്മളത് ചെയ്യും. ഇന്ന് മുതൽ നമ്മൾ മാറ്റത്തിന് തയ്യാറാണ്, നമ്മൾ അത് ചെയ്തിരിക്കും എന്നൊരു വിശ്വാസത്തോടെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ സപ്പോർട്ടും എന്തിനുമായിട്ട് നിങ്ങളുടെ കൂടെ ആര് കാണും? സൂപ്പർ നോട്ട്സ് കാണും. എടാ മക്കളെ, നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ സൂപ്പർ നോട്ട്സിന്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് ഒരു റാങ്കിങ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, സൂപ്പർ നോട്ട്സിന്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേണം, നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തരും. അതിനുവേണ്ടി നിങ്ങൾ വിളിച്ചോ. സോ എല്ലാ സപ്പോർട്ടും സൂപ്പർ നോട്ട്സിന്റെ ഹോൾ ടീം നിങ്ങൾക്ക് തന്നിരിക്കും. ഒരു റെവല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തകർക്കാം. ഇന്നത്തെ ദിവസം ഫുൾ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇന്ന് രാവിലെ 5 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മക്കളെ, ഒരു 3 മണിക്കൂർ നിങ്ങൾ ഇവിടെ നേരിക്കാതെ ഒന്നിരുന്ന് പഠിച്ചേടാം. ഇവിടെ നിന്ന് അനങ്ങരുത്. ഒരു 3 മണിക്കൂർ 8 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നിരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ചായ കുടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ടോപ്പിക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇച്ചിരി ഒന്ന് ആഹാരം കഴിക്കുക. അടുത്ത ടോപ്പിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 6 മാസം നിങ്ങളൊന്ന് അധ്വാനിച്ചാൽ നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓർത്തിരിക്കുക. ഒരു വാചകം ഒരിക്കലും നിങ്ങൾ മറക്കരുത് മക്കളെ. നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അത്ഭുതം കാണിക്കാൻ പറ്റുമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ? മാറത്തുള്ളൂ. സോ വിചാരിക്കാം. ഗുഡ് മോർണിംഗ്. സെറ്റാണ്. ബൈ.